എല്ലാ വിശുദ്ധന്മാർക്കും തിരുനാമത്തിൽ വന്ന് ദാവീദ് രാജാവ് പുരോഹിതനായ അഹീമേലെക്കിന്റെ അടുക്കൽ ചെന്ന് ബിഷപ്പിന് വേണ്ടി 5 അപ്പം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പുരോഹിതൻ പറഞ്ഞ മറുപടി, വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായതൊന്നും കൈവശമില്ല. ഇന്ന് നാം വന്നിരിക്കുന്ന 13ാമത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസിൽ സാമാന്യമായ അപ്പം ഇവിടെ ഇല്ല, വിശുദ്ധ അപ്പം മാത്രമേ ഉള്ളൂ. എന്നിട്ട് പുരോഹിതൻ പറഞ്ഞ മറുപടി ചുരുക്കി പറഞ്ഞാൽ, നീ വിശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ കൂടെയുള്ളവർ വിശുദ്ധീകരണം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തരാം. ഇത് ഫാമിലി കോൺഫറൻസിന്റെ മേശയല്ല, ഇത് വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മേശയാണ്. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണം? കർത്താവ് പറഞ്ഞു, പിരിച്ചൊരുക്കിയിരിക്കുന്ന ഒരു വൻ മാളിക കാണിച്ചു തരും, അവിടെ വേണം നിങ്ങൾ എനിക്ക് പെസഹ ഒരുക്കേണ്ടത്. എന്നാൽ ശിഷ്യന്മാരെ, നിങ്ങൾ അറിഞ്ഞില്ല, പെസഹ മാത്രമല്ല നിങ്ങൾ ഒരുക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇതുവരെ വെളിപ്പെടാത്ത കർത്തൃമേശ ഇന്ന് ഞാൻ ആരംഭിക്കാതിരിക്കുകയാണ്. കർത്താവിന്റെ മേശ ഒരുക്കപ്പെട്ടത് പിരിച്ചൊരുക്കിയിരിക്കുന്ന ഒരു വൻ മാളികയിലായിരുന്നു. പെസഹയോട് ചേർന്ന് കർത്താവ് തിരുവത്താഴവും ആരംഭിച്ചു. ഇന്നത്തെ കാലത്ത് പുതിയ നിയമസഭയ്ക്ക് നടത്തുന്ന സ്ഥലത്തിന് യാതൊരു പ്രാധാന്യതയുമില്ല. അത്യുന്നതൻ കൈപ്പണിയായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? എവിടെ കർത്തൃമേശ നടത്തണം? നമ്മുടെ ശരീരമാകുന്ന ഭവനത്തിൽ വിരിച്ചൊരുക്കി ക്രമീകരണം നടത്തിയിടത്തായിരിക്കണം കർത്താവിന്റെ മേശ നടത്തേണ്ടത്. ആരും ചാടിക്കയറി കർത്തൃമേശ എടുക്കരുത്. ഇന്ന് ദുരുപദേശം വളരെ കൊടികുത്തി വാഴുന്ന ഈ സന്ദർഭങ്ങളിൽ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കർത്തൃമേശ കൊടുക്കുന്ന ദുരുപദേശം കേരളക്കരയിൽ പ്രചരിക്കുമ്പോൾ ഞാൻ ശക്തമായി ഇത് വരുംകാലം ഓർമ്മിക്കട്ടെ. എല്ലാവർക്കും എടുക്കുന്ന ഒരു മേശയല്ല കർത്താവിന്റെ മേശ. സ്വയമായി വിശുദ്ധീകരിക്കപ്പെട്ട് വിരിച്ചോ ഒരുക്കിയിരിക്കുന്നു ദൈവ ഭവയിലായിരിക്കണം കർത്താവിന്റെ മേശ നടക്കേണ്ടത്. പെസഹയോടുള്ള ബന്ധത്തിൽ അതിനോട് ചേർന്ന് പുളിപ്പില്ലാത്ത അപ്പം കൂടെ നടക്കുന്നത് കൊണ്ട് ആ ദിവസങ്ങളിൽ അവരെല്ലാവരും ഒരു വലിയ ഒരുക്കം നടക്കും. അവിടെ എങ്ങും പുളിച്ച യാതൊന്നും കാണത്തില്ല. പുളിച്ചതെല്ലാം അവർ ദൂരം കളയും. നമുക്കിപ്പോ വേണ്ട അപ്പത്തിന്റെ പുളിപ്പോ മറ്റൊന്നുമല്ല. തിരുവനന്തപുരധിപത്യമായി 3 കാര്യത്തെ പുളിപ്പ് കാണിക്കുന്നുണ്ട്. ഒന്ന് ഉപദേശത്തിന്റെ പുളിപ്പ്. നമുക്കറിയാം, ഉപദേശത്തിന്റെ പുളിപ്പ് അവിടെ എവിടെയെങ്കിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ അവനവന് വെളിപ്പാട് കിട്ടിയെന്നും പറഞ്ഞു അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു ജനത്തെ വഴിയെത്തിക്കുന്നവരവിടെ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഞാൻ പറയട്ടെ, ഉപദേശത്തിൽ വിശുദ്ധി കാക്കുന്നവരായിരിക്കണം കർത്താവിന്റെ മേശ എടുക്കേണ്ടത്. 2, ജീവിതത്തിൽ വിശുദ്ധി. എല്ലാം തെളിയിക്കാൻ സമയമാണ്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു. ജീവിതത്തിൽ വിശുദ്ധി. വിശുദ്ധി ഇല്ലാത്ത ആരും എന്ന് വെച്ചാൽ പെസഹായിക്ക് ശബത്താൽ അശുദ്ധനായവൻ പെസഹ എടുക്കരുത്. എന്നാൽ അവൻ നിരന്തരം മാറി നിൽക്കരുത്. 2-ാം മാസം അവന് വേണ്ടി ഒരു പെസഹ വെച്ച് 2-ാം മാസം 14-ാം തീയതി എടുക്കണം. ജീവിത വിശുദ്ധി ഇല്ലാത്തവൻ ചാടിക്കറി കർത്തൃമേശ എടുത്ത് രോഗിയായി തിരിച്ചു പോകരുത്. നീ ജീവിതത്തിൽ ക്രമീകരണം പ്രാപിച്ച് അടുത്ത മേശയിൽ കർത്താവിന്റെ മേശ എടുക്കണം. 3-ാമത്തെ കാര്യം പറഞ്ഞത്, പരീക്ഷന്മാരുടെ കപടഭക്തിയാകുന്ന പുളിച്ചമാവും. ആത്മീയഗോളവിന്റെ കപടഭക്തിയുടെ കേന്ദ്രമായി മാറിയിരിക്കുക. കൊതുകിനെ അരിച്ചെടുക്കും, ഒട്ടകത്തെ വിഴുങ്ങും, കല്ലറകൾ പെയിന്റടിക്കും, പുറമെ ഭക്തന്മാരെന്ന് കാണിക്കും. കപടഭക്തിക്കാരും കർത്താവിന്റെ മേശയെടുക്കരുത്. യാതൊരു പുളിപ്പുള്ളവരും കർത്താവിന്റെ മേശയെടുക്കുവാൻ പാടില്ല. ഞാൻ ഓടിപ്പോകട്ടെ. ഈ മേശ വിളിച്ചു പറയുന്ന 1-ാമത്തെ കാര്യം കർത്താവിന്റെ മരണത്തിന്റെ ഓർമ്മയാണ്. ഇവിടെ വന്നിരിക്കുന്ന ആരും കർത്താവിന്റെ കച്ചാനുഭവത്തെ ധ്യാനിക്കാതെ ആരും കർത്തൃമേശ എടുക്കരുത്. പാശ്ചാത്യരുടെ പല കാര്യങ്ങൾ നമ്മൾ അനുകരിച്ചു. ഈ
ഇപ്പൊ നമ്മുടെ വിവാഹ വേദികളിൽ പോലും കത്രിമേശ വധുവിനും വരനും കൊടുക്കുന്നു. നിയമപ്രകാരം അത് തെറ്റ് തന്നെയാണ്. അവിടെ ഇവിടെ കർത്താവിന്റെ കച്ചാനുമം ധ്യാനിക്കാൻ വെളിയിൽ ചേർക്കുന്ന സമയം അവിടെയാണോ കത്രിമേശ നടത്തുന്നത്? ആവശ്യമില്ലാത്ത അനുകരണങ്ങൾ ദൈവസഭ വരരുത്. കർത്തൃമേശ നടത്തേണ്ടത് കർത്താവിന്റെ കച്ചാനുമം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു വിശുദ്ധന്മാരുടെ യോഗത്തിലാണ് കർത്താവിന്റെ മേശ നടത്തേണ്ടത്. കർത്താവിന്റെ കച്ചാനുമത്തെ ധ്യാനിക്കുമ്പോൾ ഒത്തിരി കാര്യം പറയാനും. ഒന്ന്, സമ്പന്നനായിരുന്നവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി. ഭൂമി അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളൊക്കെ ദൈവത്തിന്റെയാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ജനിച്ചവരാന്നില്ല, കിടന്നത് പശുത്തൊട്ടിയിൽ. യോഗം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ യേശു മലയിൽ കടന്നു പോകുമായിരുന്നു. കരം കൊടുക്കുവാൻ കാശില്ലാഞ്ഞിട്ട് മീനിന്റെ വായിലെ പൈസ കൊടുത്ത് കാശ് കൊടുത്തു. പെസക ധരിപ്പാൻ വീടില്ലാത്തതുകൊണ്ട് വെള്ളവും ഞങ്ങളോട് കൂലിക്ക് വാങ്ങി. സ്വന്തമായി പടകില്ലാത്തതുകൊണ്ട് മുക്കുവന്മാരുടെ ഉളുമ്പുനാർന്ന പടകിൽ യാത്ര ചെയ്തു. സ്വന്തമായി വാഹനമില്ലാത്തത് കൊണ്ട് വല്ലവന്റെ കണ്ട് ചോദിച്ചു വാങ്ങി സ്വന്തം തോളിൽ തലയാഴിച്ചു. സമ്പന്നൻ നമുക്ക് വേണ്ടി ദരിദ്രനായിത്തീർന്നു. ദൈവകൃപ എല്ലാവരും ധ്യാനിക്കണം. അടുത്തത്, ഉന്നതൻ നമുക്ക് വേണ്ടി താഴ്ചയുള്ളവനായി. അവൻ ആരാണ്? ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ പുരാതന സ്വർഗത്തിൽ ഇരിക്കുന്ന കർത്താവ് എനിക്ക് വേണ്ടി താഴ്ച അനുഭവിച്ച കൃപയോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. മൂന്ന്, തേജസ്സിലിരുന്നവൻ എനിക്ക് വേണ്ടി വിരൂപനായി. ദൂരന്മാര് പോലും മുഖം നോക്കുവാൻ ഭയപ്പെട്ടിട്ട് മുഖം മറച്ചുകൊണ്ട് ആരാധിക്കുന്ന തേജസ് വസിക്കുന്ന ദൈവം. പ്രവാചകൻ എഴുതുന്നു, കണ്ടാലാണല്ല എന്ന് തോറുമാറോ അവൻ നമുക്ക് വേണ്ടി വിരൂപനായി. മുഖത്തെ രോമങ്ങളെല്ലാം പറിച്ചെടുത്തനാൽ മുഖമെല്ലാം നീർക്കട്ടു വന്ന് വീർത്ത് കണ്ടാലാണല്ല എന്ന് മനുഷ്യരൂപമല്ലാത്ത രീതിയിൽ അവൻ നമുക്ക് വേണ്ടി വിരൂപനാക്കി. എന്തിനു വേണ്ടി? എന്റെ തേജസ് ഉടുപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുവാൻ ദൈവം ചെയ്ത ത്യാഗത്തെ നാം സ്മരിക്കണം. നാല്, ഏകജാതൻ എനിക്ക് വേണ്ടി ആത്മജാതനായി. ആരുടെ സമ്പത്താണ് വിലയുവാൻ ആരാ അനുവദിക്കുന്നത്? എന്നാ കർത്താവിന്റെ മുഴുവൻ സമ്പത്തും മുഴുവൻ അധികാരങ്ങളും മുഴുവൻ അനുഗ്രഹങ്ങളും കോടി 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 വിശുദ്ധന്മാർക്ക് ഷെയർ ചെയ്യേണ്ടതിനു വേണ്ടി ഏകജാതൻ നമുക്ക് വേണ്ടി ആദ്യജാതനായി തീർന്ന ദൈവകൃപ ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കരങ്ങളുയർത്തി ദൈവത്തോട് സ്തോത്രം ചെയ്യാം. ഏകജാതൻ നമുക്ക് വേണ്ടി ആദ്യജാതനായി. ദൂതന്മാരുടെ ആരാധനാപാത്രം നമുക്ക് വേണ്ടി നിന്ദാപാത്രമായി. ദൈവപുത്രൻ നമ്മെ ദൈവപുത്രന്മാരാക്കേണ്ടത് അവൻ നമുക്ക് വേണ്ടി മനുഷ്യപുത്രനായി. എനിക്കിനെ ആരും പ്രതീക്ഷിച്ചല്ലോ. ഇതെല്ലാം ധ്യാനിച്ചോ. നിന്റെ മരണം കൊണ്ട് എന്നെ വന്നരകം നീക്കി എന്റെ സ്വർഗീയ പുത്രിപുത്രന്മാരാക്കി തീർത്ത ദൈവകൃപയെ ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് മേശയിലേക്ക് അടുത്തു വരണം. ഒന്നാമത്തെ ആദാം പഴം പറിപ്പാൻ മരത്തിന്മേൽ കൈനീട്ടിയപ്പോൾ ഒടുക്കത്തെ ആദാം മരത്തിന്മേൽ അടിയടിപ്പാനായി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. രണ്ടാമത്തെ കർത്താവിന്റെ മേശയുടെ ഉദ്ദേശം പലരായ നമ്മെ ഒന്നാക്കി തീർന്നു. പലരും ഐപിസിക്കാർ മാത്രമല്ല, കർത്താവിന്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരും സമൂഹ വ്യത്യാസം കൂടാതെ എല്ലാവരെയും കർത്താവ് ഉണ്ടാക്കി തീർത്ത ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നവർ കർത്താവ് വരുമെന്ന് ഈ മേശ വിളിച്ചു പറയും. എന്തോരു ഭാഗ്യമെന്നറിയാവോ? ഈ മേശ എടുക്കുമ്പോൾ വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവ് എത്രയും വേഗം വരും. ഇന്ന് കർത്താവിന്റെ വരവിന്റെ പ്രത്യാശ കുറഞ്ഞിരിക്കുന്ന ഒരു കാരണമാണ്. അല്ല, നമ്മുടെ കർത്താവ് വരും, എത്രയും വേഗം വരും. നിങ്ങൾക്കറിയാം, ഇസ്രായേലിൽ അവർ പാർക്കുന്ന പാളയത്തിനുള്ളിൽ ഒരു ശവപ്പെട്ടിയുണ്ട്. ആ ശവപ്പെട്ടിക്കകത്ത് കുറെ അസ്ഥിയുണ്ട്. ആ അസ്ഥി വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ക്ഷാമകാലത്ത് നിങ്ങളെ ഇസ്രായേലിൽ കൊണ്ടുവന്ന് നിങ്ങളെ പോറ്റി പുലർത്തിയ യോസഫ് മരിച്ചുപോയി എന്നാണ് ഈ കല്ലറ വിളിച്ചു പറയുന്നത്. രണ്ടാമത് ഈ കല്ലറ ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്, ദൈവം നിങ്ങളെ സന്ദർശിക്കും.
നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്, നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവമക്കള് കർത്താവിന്റെ മരണവും വിളിച്ചു പറയുന്നു, അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അത് മാത്രമല്ല, നമുക്കെല്ലാം ഒരു പുറപ്പാടുണ്ട്. യേശു വരുമെന്ന് ഈ മേശ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം, പിതാവിന്റെ രാജ്യത്തിൽ ആ പന്തി ഭോജനത്തിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോടുകൂടെ നാം ഒരു പന്തി ഭോജനം അനുഭവിക്കും. ഇപ്പൊ കർത്താവിന്റെ ദാസന്മാർ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരും. എന്നാൽ അന്ന് കർത്താവിൽ നിന്ന് നാം വാങ്ങി അനുഭവിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ വേദിയിൽ ഇരിക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കിക്കേ. ആദാം തൊട്ട് സകല വിശുദ്ധന്മാരും ഇരിക്കുന്ന ഒരു പന്തി, കിഴക്കൊന്നും പടിഞ്ഞാറൊന്നും വടക്കൊന്നും എല്ലാവരും വന്നിരിക്കുന്ന ഒരു പന്തി. ഓ, എനിക്ക് ആ സമ്മേളനം പറഞ്ഞറിയിപ്പാൻ കഴിയത്തില്ല. ഞാൻ അബ്രഹാമിനെ കുറിച്ച് 100 പ്രസംഗം ചെയ്തിട്ടുണ്ട്. എന്നാൽ അബ്രഹാം ആ വേദിയിരിക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷമാണ്. ഇയ്യോബ് വേദിയിരിക്കുന്നത് കാണുന്നത് എന്തോ ഒരു സന്തോഷമാണ്. നമ്മുടെ പിതാക്കന്മാർ വേദിയിരിക്കുന്നത് കാണുന്നത് എന്തോ ഒരു സന്തോഷമാണ്. കോടിക്കോടി വിശുദ്ധന്മാരുമായി ഒന്നിച്ച് ലഭിക്കുന്ന അവരെ സമ്മേളനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അല്പസമയം കർത്താവിന്റെ കക്ഷാനുഭവത്തെ ധ്യാനിക്കണം. പല കോടതികൾ വിസ്തരിച്ചു, ഒരു കുറ്റവും കണ്ടില്ല. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി, നീതിമാൻ രക്തത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞു. ഒടുവിൽ അവനെ ചമ്മട്ടി കൊണ്ടടിച്ചു. അവന്റെ പുറവില്ല പുരവുജാലികളെ കലക്കി നീളത്തിൽ അടിച്ചു കയറി. അവന്റെ മുഖത്തെ രോമങ്ങളെല്ലാം പറിച്ചെടുത്തു. അവന്റെ തലയിൽ മുള്ളുകൊണ്ടൊരു കിരീടം വെച്ച് കോലുകൊണ്ട് ആഞ്ഞടിച്ചു. പരമേറിയ മരക്കുരിശ് യേശുവിന്റെ തോളിൽ ചുമത്തി. എടുത്തുകൊണ്ട് പോകുവാൻ അവന് കഴിഞ്ഞില്ല. പല പ്രാവശ്യം വീണു, എങ്കിലും കണ്ണം കൂടാതെ പടയാളികൾ അവനെ അടിച്ചു. ഒടുവിൽ മലമുകളിൽ ചെന്ന് ക്രൂശിന്മേൽ വിരിച്ചു കിടത്തി. അവന്റെ കൈകളിലും കാലുകളിലും അവരാണികൾ അടിച്ചിറക്കി. ശക്തന്മാരാകുന്ന പടയാളികൾ പാറയിൽ വെട്ടിയ കുഴിയെ ക്രൂശിൽ തുറപ്പിച്ചപ്പോൾ അവന്റെ ശരീരമെല്ലാം ആടി ഉലഞ്ഞ് അവന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടുപോയി. ആൾക്കെങ്കിലും സഹതാപം തോന്നി. ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി, ആരെയും കണ്ടില്ല. കൈവിടാത്ത പിതാവിലേക്ക് മുഖമുയർത്തി. പിതാവ് മുഖം മറച്ചു കളഞ്ഞു. നിങ്ങൾ ഓർക്കണമേ, പുത്രന്റെ മരണം കണ്ടുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടിയാവുന്ന സൂര്യൻ നട്ടുച്ച സമയത്ത് ഇരുണ്ടുപോയി. സൂര്യൻ ഇരുണ്ടപ്പോൾ വാനഗോളങ്ങളിലെല്ലാം അതിന്റെ പ്രതിഫലനമുണ്ടായി. വാനഗോളങ്ങളെല്ലാം സൃഷ്ടാവിന്റെ മരണത്തെ അനുശോചിച്ചു. ഭൂമിക്ക് ഇരിപ്പാൻ കഴിഞ്ഞില്ല. ഭൂകമ്പമുണ്ടായി. ദൈവാലയത്തിലെ തിരശ്ശീല മേലോട്ടടിയോളം രണ്ടായി ചിന്തപ്പെട്ടു പോയി. കല്ലറകൾ തുറന്നു, പാറകൾ പുലർന്നു. എവിടെയും നിശബ്ദം തലം കെട്ടി അന്തരീക്ഷത്തിൽ പിതാവായ ദൈവം തന്റെ പുത്രരെ കൈവിട്ട് കളഞ്ഞു. നാം തുറക്കുന്ന അപ്പം യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. നാം അനുഭവിക്കാൻ പോകുന്ന പാനപാത്രം യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് നാം കുറ്റക്കാരനായി തീരും. ശിക്ഷാവിധി പ്രാപിക്കരുത്. എന്നാൽ തിരിച്ച് തിരുവത്താഴം രോഗശാന്തിയുടെ മരുന്നല്ല. എന്നാ ഞാൻ പറയട്ടെ, പ്രാഗൽഭ്യത്തോടെ തിരുവത്താഴപ്പെടുത്തിയ അനേകരുടെ മേൽ ദൈവം രോഗസൗഖ്യം അയച്ചിട്ടുണ്ട്. ഇന്നിവിടെ വന്നിരിക്കുന്നവർ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവര് വിശ്വസിച്ചുകൊണ്ട് അതിന്റെ കരങ്ങളെ കേട്ടപ്പോ ഇന്ന് കാലം ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ച് രോഗസൗഖ്യം ദൈവം നൽകി തരും.